ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് പെട്ടെന്ന് വരുന്ന മാറ്റങ്ങൾ. അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. നിങ്ങളുടെ ജീവിതത്തിലോട്ട് പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിലോട്ട് പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു പരിപാടിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴോ ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയെ മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുറവ് നിങ്ങൾക്ക് നല്ല രീതിക്ക് അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എനിക്ക് സന്തോഷമാകുമായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ കരിയർ സംബന്ധമാണെന്നുണ്ടെങ്കിൽ ആ കരിയർ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് അതും കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി സന്തോഷം അനുഭവിക്കാമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് പല രീതിയിലുള്ള എന്താ പറയാ, ഞാൻ പണ്ട് വലിയ രീതിയിൽ വലിയ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു സെലിബ്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ നല്ല രീതിയിൽ ഞാൻ ആസ്വദിച്ചിരുന്നു, സന്തോഷിച്ചിരുന്നു, ഭയങ്കര ഉത്സാഹമായിരുന്നു, ഭയങ്കര നല്ല കാര്യങ്ങളായിരുന്നു എന്ന് മനസ്സിന്റെ അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കിപ്പോൾ ഒരു ഉത്സാഹം കിട്ടുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാരെ പോലെ ഒരു എനർജി എനിക്ക് കിട്ടുന്നില്ല. പലതിലും എനിക്ക് പങ്കെടുക്കണം, പല കാര്യങ്ങളും എനിക്ക് വാങ്ങിക്കണം, പലതും പല രീതിയിൽ എനിക്ക് ചെയ്യണം. പക്ഷെ അത് പുറമെ നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളില് നിങ്ങൾക്ക് പല കാര്യങ്ങളും പൂർണ്ണമായിട്ടും സന്തോഷിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്, വീണ്ടും വീണ്ടും അത് ചിന്തിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഒരു പുതിയൊരു തുടക്കം, അല്ലാന്നുണ്ടെങ്കിൽ ജീവിതത്തിന് പുതിയ ഒരു മാറ്റം, പഴയതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പഴയ കാര്യങ്ങളിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ മാറ്റി, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കി, സെൽഫ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നടത്തി നിങ്ങൾ തന്നെ മുന്നേറാനായിട്ട് ഒരുങ്ങി നിൽക്കുവാണ്. കുറച്ച് വ്യക്തത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്ന് നിങ്ങൾ തന്നെ മുന്നേറാനായിട്ട് നിൽക്കുവാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കരിയറിന്റെ പരമായിട്ടാണ്, ബിസിനസിന്റെ പരമായിട്ടാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വൈസ് ആയിട്ടാണെങ്കിലും അതിന് ഒരു പുതിയൊരു തുടക്കങ്ങൾ, പുതിയ ഒരു കാര്യങ്ങൾ, പുതിയ ഒരു ബന്ധങ്ങൾ, അല്ലെങ്കിൽ പഴയതാണെങ്കിലും അതൊരു പുതിയ ഒരു ജീവിതത്തിലോട്ട് നയിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പുതിയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്കൊരു പുതുമ നിറഞ്ഞ പല കാര്യങ്ങളിലോട്ടും കൊണ്ടെത്തിക്കുക. ആ ഒരു കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു നല്ല ഒരു നിമിഷം, അത് ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു വ്യക്തിയുടെ കൂടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതുപോലെയുള്ള സന്ദർഭങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരുവാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ചില ആളുകൾ ട്രാവലിംഗ് ചെയ്യാനായിട്ടൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് എനിക്കൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ പോകണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒക്കേഷനിൽ പോകണം, അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് ഒരു വ്യക്തിനെ കാണാൻ പോകണം, അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു എന്താ പറയാ, കുറച്ചിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ട്രാവലിംഗ്. ഇപ്പൊ ഇത് വെയിറ്റ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു ട്രാവലിംഗ് കാണിക്കുന്നുണ്ട്.
മനസ്സിന് സന്തോഷം തരുന്ന, അല്ലെന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ അകത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റുന്ന, പല വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റുന്ന ഒരു ട്രാവലിംഗ്. അത് മനസ്സിൻ്റെ അകത്തും ശരീരത്തിനും നല്ല രീതിക്ക് ഒരു സന്തോഷം തരുന്ന ട്രാവലിംഗ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഇത്രയും നാൾ എന്തു ചെയ്തു, നിങ്ങൾ ഇത്രയും നാൾ നല്ല കാര്യങ്ങളാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളിലോട്ട് ഒരു നല്ല റിസൾട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ മറ്റൊരാൾക്ക് ഇറിറ്റേഷനോ മറ്റൊരാളുടെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. അത് നമ്മൾ ചെയ്ത ഒരു കാര്യങ്ങൾക്കനുസരിച്ചിരിക്കും. ഇപ്പം നമുക്ക് ഓരോ ആളുകൾക്ക് അറിയാൻ പറ്റുമല്ലോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാതെ നമ്മൾ പെരുമാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഞാൻ ആർക്കും ഒരു കുഴപ്പവും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. അത് നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെ മനസാക്ഷിക്കും മനസ്സിനും അറിയാം എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ നല്ല കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു റിസൾട്ട് വരുന്നു. ഇപ്പം ചീത്ത കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനും ഒരു റിസൾട്ട് വരുന്നു. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പൈസ സംബന്ധമായിട്ടുള്ള ഇടപാട് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചെറിയ എന്തെങ്കിലും ഒരു പരിപാടികൾ കൂടി നിങ്ങൾ തുടങ്ങാൻ മനസ്സിൻ്റെ അകത്ത് ചില ആളുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പൈസ സംബന്ധമായ ഇടപാടിൽ, അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കരിയർ സംബന്ധമായിട്ടുള്ള ഇടപാടിൽ ഒരു സൈഡ് ബിസിനസ് കൂടി ഒന്ന് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊന്ന് ഇൻവോൾവ്ഡ് ആകാം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തുടങ്ങണം, എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഒരു പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയിൽ എനിക്ക് ഒന്ന് എത്തിച്ചേരണം, അങ്ങനെയുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. അതിനുള്ള സഹായങ്ങളും കാര്യങ്ങളും യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. താമ്പാതി ദൈവം പാതി എന്നാണ്, അല്ലാതെ എല്ലാം അങ്ങോട്ട് കൊണ്ടുവന്ന് തരികയൊന്നുമില്ല. നമ്മൾ എഫേർട്ട് ഇടാന്നുണ്ടെങ്കിൽ അതിന് കൈത്താങ്ങായിട്ട് പ്രപഞ്ചം കൂടെ ഉണ്ടാവും. അല്ലാതെ എല്ലാം ഞാൻ കയ്യും കെട്ടി നിൽക്കുക എന്നാൽ എല്ലാം പ്രപഞ്ചം കൊണ്ടുവന്ന് തരട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ കയ്യും കെട്ടിയിരിക്കലേ ഉണ്ടാവുള്ളൂ. താമ്പാതി ദൈവം പാതിയും. അതിപ്പോ പഠന കാര്യത്തിലാണെങ്കിലും വർക്ക് സംബന്ധമായിട്ടുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും റിലേഷൻഷിപ്പ് കാര്യങ്ങൾക്കാണെങ്കിലും എന്ത് കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളുടെ എഫേർട്ട് ഇടുക. നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് നമ്മൾക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാവാതിരിക്കില്ല. അപ്പൊ അത് നമ്മൾ ഒരു എഫേർട്ട് ഇടാതെ നമ്മൾ ഈ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുമ്പോഴോ, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ദൈവം നടത്തി തരട്ടെ, എല്ലാം മറ്റുള്ളവർ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ ഞാൻ എൻ്റെ നല്ല കാലം വരുമ്പോ ഞാൻ നോക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ അവിടെ തന്നെ ഇരിക്കും. മനസ്സിലായോ? കാരണം ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആളുകൾ, കുറെ ആളുകൾ സീക്രട്ടായിട്ട് പല കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സീക്രട്ടായിട്ട് ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ സീക്രട്ടായിട്ട് ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ സീക്രട്ടായിട്ടുള്ള പല കാര്യങ്ങളും വീട്ടിൽ പോലും അറിയാതെയുള്ള പല കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരായിരിക്കാം. മറ്റുള്ളവർ കണ്ടുപിടിക്കും എന്ന് ഉറപ്പ് ഇല്ല, ഒരിക്കലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സീക്രട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മനസ്സിൻ്റെ അകത്ത് സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് ചില ആളുകൾ. ഒന്നല്ലെങ്കിൽ നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ ചില വാക്കുകളെ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ചില കാര്യങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൻ്റെ അകത്ത് വിചാരിക്കുന്ന കാര്യങ്ങൾ വേറെ, പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ വേറെ ആയിട്ട് വരാനുള്ള, നിങ്ങളെ തെറ്റിദ്ധരിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വരാനിടയുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു കമ്മ്യൂണിക്കേഷന്റെ ബുദ്ധിമുട്ടുകളോ, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങൾ അത്രയും നാള് ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യമായിരിക്കില്ല ഒരാളെ കാണുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അയാളെ പറ്റി വേറെ എന്തെങ്കിലും നിങ്ങളെ ചില സ്ഥലങ്ങളിൽ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. അപ്പൊ അതൊന്ന് കമ്മ്യൂണിക്കേഷൻ ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് ചെയ്യാൻ നോക്കുക. പിന്നെ ലൈഫിലോട്ട് വരുന്ന കാര്യങ്ങൾ,
ബിസിനസ് സംബന്ധമാണെങ്കിലും ജോലി സംബന്ധമാണെങ്കിലും പഠനപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും അല്ല ഇപ്പൊ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് പരമായിട്ടാണെങ്കിലും നിങ്ങളുടെ മുമ്പിലോട്ട് ഒരുപാട് ചോയ്സ് വരുന്നുണ്ട്, ഓപ്ഷൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് എടുക്കാം. പ്രപഞ്ചം നിങ്ങളുടെ മുന്നിലോട്ട് നീട്ടുവാണ്. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് കൂടി അറിഞ്ഞിട്ടുള്ള എടുക്കലായിരിക്കണം എന്നും കൂടി പ്രപഞ്ചം ഓർമ്മിപ്പിക്കുന്നു. പുതിയതാകാം, പഴയതാകാം, അതിപ്പോ പറഞ്ഞ പോലെ കരിയർ സംബന്ധമാകാം, റിലേഷൻഷിപ്പ് ആകാം, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് പിടിവാശിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും തരാനായിട്ട് പ്രപഞ്ചം തയ്യാറാണ്. അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ നിങ്ങൾ ശ്രമിച്ചാൽ നല്ല നല്ല രീതികളിലോട്ട് എത്തിക്കാം. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സമ്പത്ത് സമ്പത്ത് കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷെ ഏറ്റവും വലിയ കാര്യം മനസമാധാനമായിട്ട് ഫുഡ് കഴിച്ച് മനസമാധാനമായിട്ട് ഉറക്കം ഉണ്ടാവുക. അതാണ് ഏറ്റവും വലിയ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ കാര്യം. നമ്മൾക്കിപ്പോ നമ്മളൊരു വലിയ ഒരു കോടീശ്വരനാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ പൈസ വേണമെന്നല്ല, പൈസ വേണ്ടാന്നല്ല, പൈസ എല്ലാ കാര്യത്തിനും പൈസ വേണം. സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറ എല്ലാത്തിനും വേണം. അതില്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും ബുദ്ധിമുട്ട് വരും. പക്ഷേ ചില കാര്യങ്ങള് ഈ ഉറക്കം, മനസമാധാനമായിട്ടുള്ള ജീവിതം അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, നമുക്ക് ഈ ഒരു ബിരിയാണി ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹെവി ഫുഡ് ഉണ്ട്, പക്ഷെ മനസമാധാനം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത് കഴിക്കുമ്പോൾ ഒരു ആസ്വാദനം വരില്ല. അതേസമയം നമുക്ക് സന്തോഷമുണ്ട്, അതിൻ്റെ അകത്ത് ചിലപ്പോ കഞ്ഞിയും ഉപ്പും മാത്രമായിരിക്കും, നമ്മളത് വാരി വാരി കഴിക്കും. അപ്പോ ആ ഒരു കാര്യം, ആ ഒരു ചിന്തകള് കുറച്ചൊന്ന് കുറക്കുക. അതായത് ചെറിയൊരു കാര്യത്തിന് ഒരുപാട് ചിന്തിക്കുന്ന ഒരു കൂട്ടരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്ന ആളുകളായിരിക്കാം. അപ്പൊ ആ ചിന്തകളൊന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക കേട്ടോ. ആ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ, അതായത് നിങ്ങൾ വിചാരിക്കുന്ന പദത്തിൽ തന്നെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അതിന് നമ്മളുടെ കൂടെ പ്രപഞ്ചം കൂടെ നിൽക്കും. ആ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരും. ഒരു കുടുംബപരമായിട്ടുള്ള ഒരു ഒത്തുചേരല്, ഒരു കുടുംബപരമായിട്ടുള്ള ഒരു അതായത് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, അല്ലാന്നുണ്ടെങ്കിൽ തായ് വഴിയിലുള്ള ആളുകള്, അതും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ ഇത്തിരി പ്രായമായിട്ടുള്ള ആളുകളുടെ അടുത്ത് പോവുക, അവരായിട്ടൊക്കെ ഒത്തുചേരുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം കാണാതിരിക്കുന്നവരുമായിട്ട് ഒരു റീയൂണിയൻ പോലെ വീണ്ടും ഒരു സന്തോഷത്തിലോട്ട് വരിക. അത് ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുടുംബപരമായിട്ട് എവിടെയെങ്കിലും ട്രാവലിംഗ് പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ അത് ട്രഡീഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി നല്ല അടിച്ചുപൊളിയായിട്ടുള്ള എവിടെയെങ്കിലും ഒരു സ്ഥലങ്ങളിൽ പോകുന്നതായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് മനസ്സിന് നല്ല രീതിക്ക് ഒരു സന്തോഷം, നല്ല രീതിക്കുള്ള ഒരു കാര്യങ്ങൾ, അതായത് ഒരുപാട് ബുദ്ധിമുട്ടിൽ നിന്നും ഒരു മനുഷ്യൻ സന്തോഷിക്കുന്നത് വളരെ നല്ല കാര്യമല്ലേ. ആ ഒരു സന്തോഷത്തിലോട്ടും ആ ഒരു ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളിലോട്ടും, അത് ചിലപ്പോൾ ഭക്ഷണമാകാം, യാത്രയാകാം, ഒത്തുചേരലുകളാകാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മംഗളപരമായിട്ടുള്ള കർമ്മങ്ങളാകാം. അങ്ങനെ പല കാര്യങ്ങളിലോട്ട് എത്താൻ പോവുക. ശരിക്കും പറഞ്ഞാൽ അതൊരു നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പല മെമ്മറീസും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നുണ്ട്. അതൊരു സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ പറയുന്ന പോലെ കൂടെ നിൽക്കുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിക്കുക. അത് ചിലപ്പോൾ ഒഫീഷ്യൽ കാര്യങ്ങളാകാം, ഓഫീസിലാകാം, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലാകാം. വീട്ടിൽ മീൻസ് നിങ്ങൾക്കറിയാമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നാട്ടുകാരാരെങ്കിലും ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം. എല്ലാവർക്കും ഒരുപോലെയല്ല. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. എല്ലാവരുടെ അടുത്തോട്ടും നമ്മൾ ഓവർ ഷെയറിങ് നിർത്തുക. എല്ലാവരുടെ അടുത്തോട്ട് എല്ലാവരെയും കാണുമ്പോൾ ഓവറായിട്ട് പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതൊന്ന് അവസാനിപ്പിക്കുക.
അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് പെട്ടെന്ന് കടന്നു വരുന്ന കാര്യങ്ങൾ. ജീവിതത്തിന് പുതിയ തുടക്കങ്ങളും പുതിയ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക. ഇതാണ് ഇന്നത്തെ റീഡിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.